നമ്മൾ യൂറോപ്പിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ആ പഠിക്കുന്നവരുടെ സ്വയം പര്യാപ്തത എന്നുള്ള സെറ്റപ്പ് പെട്ടെന്ന് പഠിക്കും. എല്ലാ പണിയും നമ്മൾ തന്നെ ചെയ്യാനുള്ള ഒരു കഴിവ് ഉണ്ടാവും. ഇന്നത്തെ എൻ്റെ നൈറ്റ് കഴിഞ്ഞിട്ടുള്ള ഇടിവെട്ട് കുക്കിങ്ങാണ്. കംപ്ലീറ്റ് പുകയുണ്ട്. ഇതിപ്പം അകത്തും പുറത്തും എല്ലാം പുകയാണ്. ഇപ്പോൾ ബീഫിന് ആവശ്യമുള്ള കരിവേപ്പില, സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ തേങ്ങാക്കൊത്ത് ഇതെല്ലാം ഇട്ട് ഞാനുണ്ട് ഒരു 8 ലിറ്റർ കുക്കറിനകത്തിട്ട് വഴറ്റുക. ഇത് വഴറ്റി സെറ്റായതുമ്പം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ മുളക് സെറ്റ് കൂടെ അങ്ങോട്ട് ഇടും. പിന്നെ ബീഫ് ഇടും. ഒരു 6-7 പീസിൽ ബീഫ് റെഡി. ഇച്ചിരി പൊടി, ഗ്രാമ്പു, കറുവേപ്പില, നക്ഷത്രം എല്ലാം കൂടെ വലിച്ചു വാരിയിട്ട് ഒരു മണമൊക്കെ വേണ്ടേ നമുക്ക്, എന്നാലൊരു ടേസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ. 7 വിസിലടിച്ചതിന് ശേഷം ഞങ്ങളതിൻ്റെ അടപ്പ് തോന്നുന്നു. വാവ്, സൂപ്പർ, ഒന്നും പറയാനില്ല. കിട്ടു സാധനം. അത് കാണുമ്പോൾ തന്നെ മനസ്സിലായില്ലേ. നമ്മുടെ സൂപ്പർ ബീഫ് കറി അടുത്ത പാനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. കറുത്ത് കളറ് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ ബീഫൊക്കെ ഉണ്ടാക്കുമ്പം അതിൻ്റെ ഈ പൊടികളുണ്ടല്ലോ, പൊടികൾ വേറെ സെപ്പറേറ്റ് ആയിട്ട് വഴറ്റി ഒഴിക്കുകയാണെങ്കിൽ സെറ്റപ്പായിരിക്കും. ഓക്കെയാണോ? ബീഫ് നമ്മൾ പ്രഷർ കുക്കറിൽ നിന്ന് വേറൊരു പാനിലേക്ക് അതിന് ശേഷം നല്ല വഴറ്റി നല്ല റോസ്റ്റാക്കും. അതിന് ശേഷം ഡ്രൈ ആക്കും. കറിയായിട്ട് കഴിക്കാം, പല ഐറ്റംസായിട്ട് കഴിക്കാം. അതായത് ഇങ്ങനെയൊക്കെ അവധി കിട്ടുമ്പം അത്യാവശ്യം ബീഫൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അടുത്ത ദിവസം ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് ഒക്കെ ഫ്രീസ് ചെയ്ത് വെക്കുമ്പം ഇടയ്ക്കിടയ്ക്ക് ചൂടാക്കി കഴിക്കാം. കോട്ടയം സ്റ്റൈൽ ബീഫ് കറിയാണ് നിങ്ങളുടെ ഫ്രണ്ടിലിരിക്കുന്നത്. വായിൽ കുരിയോറും ബീഫ് കറി.